ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ബിരിയാണി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരിയാണിക്ക് ആവശ്യമായിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാ നീര്, അതിനുശേഷം ചിക്കൻ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില ഇത്രയും നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്തേക്കുന്നത് 6 സവോള, 2 തക്കാളി, പുളി കുറഞ്ഞ തൈര്. നമുക്കിനി ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന 6 സവോളയിൽ നിന്നും പകുതി സവോള മസാലയ്ക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി സവോള വറുത്ത് ബിരിയാണിയിലോട്ട് ചേർക്കാനാണ്. സവോള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. സവോള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവോള നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ടിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളി വറുത്തെടുക്കാം. അതിനു വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഒരു നുള്ളുപ്പ്, ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഉള്ളി എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. നമുക്കിനി നമ്മുടെ ചിക്കൻ കറി എന്തായി എന്ന് നോക്കാം. ചിക്കൻ കറി പാകമായി തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി അരിഞ്ഞു വച്ചേക്കുന്ന മല്ലിയിലയും തക്കാളിയും ചേർത്ത് കൊടുക്കാം.
തക്കാളി നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ മസാല, ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന പുളി കുറഞ്ഞ തൈരും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള റേഷ്യോയിലാണ് വെള്ളം എടുത്തേക്കുന്നത്. ഇതിലേക്ക് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഒരല്പം ഗ്രേവി മാറ്റി വയ്ക്കാം. അതിനുശേഷം വറുത്ത് വച്ചേക്കുന്ന ഉള്ളി, അതിൽ നിന്ന് ഒരല്പം ഉള്ളി നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ദം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ചോറ് ഇട്ട് കൊടുക്കുക. അതിന് മേളിലോട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി, ആ ചിക്കൻ്റെ ഗ്രേവി ഈ ചോറിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ദം ചെയ്യാനായിട്ട് നമുക്ക് മൈദ മാവ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം അതിലെ ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. നമുക്കിനി ദം പൊട്ടിച്ചെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. ദം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ റൈസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.